തീരമോ തരംഗമോ രാഗസാഗരമോ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഒരു മോർണിംഗ് റൂട്ടീനായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ എണീച്ചിട്ട് അപ്പം തന്നെ ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടി പോകണം. ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കിയുള്ള കർമ്മങ്ങളിലേക്ക് കടക്കാറുള്ളൂ. അങ്ങനെ അതിനുശേഷം ഞാൻ ചെറു ചൂടുവെള്ളം, ഇപ്പോൾ ഞാൻ പല്ല് വയ്ക്കാൻ പോയ സമയത്ത് ഇങ്ങനെ വെള്ളം ചൂടൊക്കെ വെച്ചിട്ട് പോയതാണ്. അങ്ങനെ അത് കുടിച്ചു. നമുക്ക് വേണമെങ്കിൽ ഹണിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് അങ്ങനെയൊക്കെ ഒഴിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലതാണ്. അപ്പം വെറും വയറ്റിൽ വെള്ളം കുടിച്ചു. അതിനുശേഷം പിന്നെ ഞാനൊരു കർട്ടനൊക്കെ ഇങ്ങനെ മാറ്റി വിട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബെഡ് വിരിച്ചത് ഇതെന്നൊന്നും ചെയ്യാറൊന്നുമില്ല ഗൈസ്. ബെഡ് ഇങ്ങനെ ആക്കൽ ഞാൻ ചില ദിവസം തലേന്ന് രാത്രി കിടക്കുമ്പോൾ നാളെ മുതൽ നന്നാവാം അങ്ങനെ വിചാരിക്കും. അങ്ങനത്തെ ദിവസങ്ങളിൽ മാത്രമാണ് ഈ ഒരു പ്രതിഭാസം കണ്ടുവരാറുള്ളൂ. അങ്ങനത്തെ ഒരു രാത്രി ഒന്നുമല്ല. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ബെഡ്ഷീറ്റ് മടക്കി മടക്കി വയ്ക്കാണ്. എന്നിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകാം. അങ്ങനെ ഞാൻ മടക്കി വെച്ചിട്ട് പുറത്തേക്കുള്ള വ്യൂ, കാരണം അത്ര എന്താ പറയുക ഭയങ്കര ഏർലി മോർണിംഗ് എന്നല്ല, എന്നാലും അത്യാവശ്യം ഒരു 5:30-5:45 ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം പുറത്തേക്ക് നോക്കിയപ്പം നല്ല പച്ചപ്പ്. അതിനുശേഷം ഞാൻ തലേന്ന്, അതൊരു ഫ്രൈഡേ ഞാൻ ബുക്കൊക്കെ ഇങ്ങനെ വലിച്ച് വാരി ടേബിളിൽ എൻ്റെ പൗച്ചൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ വിതറിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ അതൊന്ന് വയ്ക്കണമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ സകലമായ സാധനങ്ങൾ റൂമിൻ്റെ പകുതി സാധനം എൻ്റെ ടേബിളിൻ്റെ മണ്ടയിലായിരിക്കും ഇരിക്കുക. അതൊക്കെ ഞാൻ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു. കുറേ പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തുടച്ചു കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ ഡയറി എഴുതാമെന്ന് വെച്ചു. അത് കണ്ടു ഞാൻ വളരെ നല്ല കുട്ടിയെഴുത്തൊക്കെ അങ്ങ് വൃത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഡയറി ഇതും എന്നൊന്നും ഇല്ല, ഞാനിങ്ങനെ നന്നാവാം എന്ന് വിചാരിക്കുന്നത്. അതോ നന്നാവാൻ 2 ദിവസത്തേക്ക് ഉള്ളൂ കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ നന്നാവാമെന്ന് വിചാരിച്ച് ഞാൻ ഡയറിയിൽ ടു ഡു ലിസ്റ്റ് ഇത് ഞാൻ ഇടയ്ക്ക് ഒരാഴ്ച 2-3 തവണയെങ്കിലും ചുരുങ്ങിയത് ചെയ്യാറുള്ളൊരു കാര്യമാണ് ടു ഡു ലിസ്റ്റ് ചെയ്തല്ലോ കേട്ടോ. ഭയങ്കര എസ്തെറ്റിക് അല്ലേ. അങ്ങനെ ഞാൻ ടു ഡു ലിസ്റ്റ് ആണെന്ന് വിചാരിച്ചു. പക്ഷേ ശരിക്കും ചില സമയത്താണ് ഞാൻ നന്നാവൽ കൂടി പോകുമ്പോൾ മാത്രമേ അത് ഫോളോ ചെയ്യാറുള്ളൂ. ഇടയ്ക്കൊക്കെ ഫോളോ ചെയ്യാറില്ല കൈസ്, സത്യം പോലെ പറയണമല്ലോ. അങ്ങനെ ഞാൻ അതിന് ടു ഡു ലിസ്റ്റുകളെ എഴുതിയിട്ട് നമ്മൾ ചെയ്ത ടിക്കൊക്കെ ഇടില്ലേ, അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു കോളം ഒക്കെ വരച്ച് ടേബിളൊക്കെ വരച്ച് വളരെ നല്ല കൂട്ടിയിട്ട് ചെയ്യാണ്. അപ്പം ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് മറക്കും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ളൊരു ത്വര ഉണ്ടാവുള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ അപ്പം ഞാനിങ്ങനെ ഗൈസ് എനിക്കങ്ങനെ വലിയ എസ്തെറ്റിക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന പോലെയൊക്കെയാണ് എന്തൊക്കെയോ ചെയ്യണത്. ഞാനിങ്ങനെ ഇൻസ്പിറേഷൻ നോക്കിയിട്ടല്ല ചെയ്യണത്, ചുമ്മാ എൻ്റേതായ രീതിയിലാണ് ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പം നമ്മുടെ രീതിയിൽ യൂണീക്കാവുക ഗൈസ്, അതാണ് എൻ്റെ ഇത്. അപ്പം ഞാൻ പിന്നെ കുറേ പോകാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ അധികം വലിയ വരയും കുത്തും കളരിയും പയറ്റെന്നുള്ള ആളല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ എനിക്ക് തോന്നിയ പോലെയൊക്കെ കുറേ അവിടെ ഇവിടെയൊക്കെ വരച്ചു. അങ്ങനെ ഓർഡറോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ അത് അറിയത്തില്ല ഗൈസ്. നിങ്ങൾ എനിക്ക് കുറേ സജഷൻസ് തരൂ. ഓക്കെ, അങ്ങനെ അത് ചെയ്തിട്ടില്ല. പിന്നെ യോഗ എക്സസൈസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ മിക്കപ്പോഴും ചുമ്മാ ചെയ്യാറുള്ളതാണ് ഗൈസ്. അപ്പം ഞാൻ അങ്ങ് ടെറസിലേക്ക് പോകും. ടെറസിലാണെങ്കിൽ നല്ല ശാന്തതയും ഒക്കെ ആകുമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മേലേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫോൺ ഉണ്ട്. അപ്പോൾ ഫോൺ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ പാട്ടൊക്കെ കേട്ടുകൊണ്ട് എനിക്ക് ഈ ആയിട്ട് കുറേ ഇഷ്ടമുള്ള കുറേ പാട്ടുണ്ട്. അപ്പോൾ അത് കേട്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ടൈം പെട്ടെന്നൊക്കെ പോകും. അതുകൊണ്ട് ഞാൻ അങ്ങനെ മുകളിൽ പോയി ഇങ്ങനെ പേർപ്പിൾ കളറിൽ ചെറിയൊരു പൂവ്, എനിക്ക് നല്ല ക്യൂട്ടായിട്ട്, അതിന് നടുക്കാണെങ്കിൽ ഗോൾഡൻ കളറിൽ പൂമ്പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ നല്ല ക്യൂട്ട് ചുറ്റും വാവയായിരുന്നു ഗൈസ്. അങ്ങനെ ഞാനത് ഒന്ന് ജസ്റ്റ് എടുത്തുണ്ട്. അതാണ് നമ്മുടെ ടെറസ് വ്യൂ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ആകാശമൊക്കെ ഇപ്പം മഴ എന്നുള്ള രീതിയിൽ ഇങ്ങനെ മൂടിക്കെട്ടി കിടക്കായിരുന്നു. അങ്ങനെ അതെടുത്തു ഞാൻ വെറുതെ. അതിനുശേഷം പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എനിക്ക് അതുപോലെ എന്തൊക്കെ എക്സസൈസ് ചെയ്യേണ്ട അങ്ങനെ നടത്തും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വീഡിയോസൊക്കെ നോക്കി ഇങ്ങനെ നോക്കിയിട്ട് എക്സസൈസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് തോന്നിയ പോലെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമുക്ക് കഴിയും. അങ്ങനെ ഞാൻ നടക്കുകയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നടക്കുകയാണ്. അങ്ങനെ പിന്നെ ആണെങ്കിൽ പിന്നെ ഞാൻ ഒരു മാറ്റ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു യോഗ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് വിരിച്ചിട്ട് ഞാൻ ചുമ്മാ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഇല്ലേ, ആ എക്സസൈസ് ഇല്ലേ, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ഇൻഹെയിൽ എക്സ്ഹെയിൽ, ആ സംഭവം അത് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആകാശം നന്നായിട്ട് ഇപ്പം മഴ എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ തുടിക്കുന്ന ഹൃദയമൊക്കെ കാണിച്ചു. അപ്പം കാക്കയൊക്കെ ഭയങ്കര നേരത്തെ എണിക്കുന്ന വളരെ നല്ല കുട്ടികളാണ്. കാക്കകളൊക്കെ എൻ്റെ ഒപ്പം തന്നെ എണിച്ച് അപ്പുറത്തുള്ള മാവിൻ്റെ മരത്തിലല്ല കൊമ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം പിന്നെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതൊക്കെ തന്നെയാണ്, ഇങ്ങനെയാണ്. ഞാൻ വലിയ കാര്യത്തിൽ എക്സസൈസും ചെയ്യാറില്ല. ചുമ്മാ എക്സസൈസ് ഞാൻ കയറില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും ചുമ്മാ കൈയിട്ട് ഓരോന്ന് കാണിക്കലൊക്കെ, അല്ലാണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് എക്സസൈസും ചെയ്യാറില്ല. അതാണ് സത്യം. പറയണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചുമ്മാ എക്സസൈസിനോ യോഗയൊന്നും ഇല്ലാത്തതെന്നൊക്കെ പറയുന്നതാണ്. അങ്ങനെ
അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം കേട്ടോ. പിന്നെ ചാനൽ മറക്കുന്നത് ഇപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഗൈസ്. അപ്പം നിങ്ങൾ എന്തെങ്കിലും എനിക്ക് കണ്ടൻറ്റൊക്കെ താ ഗൈസ്, കമൻറ്റ് ചെയ്യും. ഞാൻ കണ്ടൻറ്റ് ക്ഷാമത്തിലിരിക്കുകയാണ്, എനിക്ക് ആകെ അങ്ങനെ വല്ല കണ്ടൻറ്റൊന്നും അറിയത്തില്ല. അങ്ങനെ ഞാൻ താഴേക്ക് ഇറങ്ങിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സമയം ഏകദേശം 8 വരെ ആയി. അപ്പം ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും പിന്നെ ബീഫ് കറി, ബീഫ് ചിക്കനാ ഏതോ ഒരു ബീഫാന്ന് തോന്നുന്നു, ആ കറി ഉണ്ടാകും. പിന്നെ ഞാൻ പറഞ്ഞില്ല മഴ പെയ്യാറായി, അങ്ങനെ മഴ പെയ്ത് തുടങ്ങി ഗൈസ്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ളതൊക്കെ പോയി. അങ്ങനെ പിന്നെ അത്ര ഉള്ളു ഗൈസ്. ടാറ്റാ ബൈ ബൈ, സീ ലവ് യു. അപ്പോൾ സബ്സ്ക്രൈബ് മറക്കല്ലേ. ബൈ ബൈ.